നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. വേണ്ട വേണ്ട വേണ്ട, കിടന്നോളൂ കിടന്നോളൂ കിടന്നോളൂ. റസിയക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? അല്ല, എന്റെ പേര് ഡോക്ടർക്ക് എങ്ങനെ മനസ്സിലായി? റസിയക്ക് ആക്സിഡന്റ് ആയി ഇവിടെ കൊണ്ടുവരുമ്പോ ബോധമില്ലായിരുന്നു. നിങ്ങളുടെ ഡീറ്റെയിൽസ് അറിയാൻ കഴിയാതെ ഞങ്ങളും വിഷമിച്ചു. മാഡത്തിന്റെ ഫോണിന്റെ ബാക്ക് കവറില് ID കാർഡ് ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ പേരും വിലാസവും കിട്ടിയത്. ഭാഗ്യം, ഇവർക്ക് എന്റെ യഥാർത്ഥ ഐഡന്റിറ്റി പിടികിട്ടില്ല. റസിയ റെസ്റ്റ് എടുത്തോളൂ. പൂർണ്ണമായിട്ട് സുഖം പ്രാപിച്ചിട്ട് പോകാം. നോ, എനിക്ക് ഇപ്പൊ തന്നെ പോണം. എനിക്ക് പോണം ഡോക്ടർ. വേണ്ട, കിടന്നോളൂ റസിയ, എണീക്കണ്ട. മാഡം ഇപ്പൊ എഴുന്നേറ്റിരിക്കരുത്, തല കറങ്ങും. ഡോക്ടർ, എനിക്ക് എന്താ സംഭവിച്ചിരിക്കുന്നത്? എനിക്കെന്താ എഴുന്നേറ്റിരിക്കാൻ കഴിയാത്ത? ആക്സിഡന്റ് ആയ സമയത്ത് റസിയയുടെ പിൻകഴുത്തിലുണ്ടായ ക്ഷതമാണ് ഇതിന് കാരണം. അപ്പൊ എനിക്കിനി എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ലേ? അങ്ങനെ ഒരു പേടി വേണ്ട. ഇപ്പൊ എഴുന്നേറ്റിരിക്കാനോ നടക്കാനോ ശ്രമിക്കണ്ട. തല കറങ്ങി വീഴാൻ ചാൻസ് ഉണ്ട്. 3-4 ദിവസം ട്രീറ്റ്മെന്റ് എടുത്താൽ മാറാവുന്ന പ്രശ്നമേ ഉള്ളൂ. 3-4 ദിവസം ഞാനിവിടെ അഡ്മിറ്റ് ആവേണ്ടി വരൂ? ഓൾറെഡി മാഡം ഇവിടെ അഡ്മിറ്റ് ആണ്. പൂർണ്ണമായ സുഖം പ്രാപിച്ച ശേഷം പോകാം. അതുവരെ നിങ്ങൾ ഇവിടെ തുടരേണ്ടി വരും. ടേക്ക് റെസ്റ്റ്. ആ ഇഞ്ചക്ഷൻ കൊടുത്തോളൂ. ശരി ഡോക്ടർ. ദൈവമേ, 3-4 ദിവസം ഞാനിവിടെ കിടക്കേണ്ടി വരുമല്ലോ. അതിനകം നിധിയുടെയും ഗൗതമിന്റെ പൂജകൾ പൂർത്തിയാവോ? അതോ അവളുടെ പൂജ മുടങ്ങുമോ? ഒന്നും അറിയാൻ കഴിയുന്നില്ലല്ലോ. ഇന്നത്തെ പൂജയെങ്കിലും മുടക്കണം. പതുക്കെ പതുക്കെ. ഇന്ന് പൂജ 5-ാം ദിവസം കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ. നിധിയുടെയും ഗൗതമിന്റെയും മഹാശിവലിംഗ പൂജ പൂർത്തിയാവോ? എനിക്കിവിടെ നിന്ന് പുറത്തിറങ്ങാനും കഴിയുന്നില്ലല്ലോ. എങ്ങനെ അവിടെ എത്തും? ഹലോ ഡോക്ടർ, പറഞ്ഞോളൂ. മാഡം അയച്ചെന്ന റസിയുടെ ഡീറ്റെയിൽസ് ഞാൻ വെരിഫൈ ചെയ്തു. ആ പെൺകുട്ടിയുടെ ഡാറ്റാസ് സംശയാസ്പദമാണല്ലോ മാഡം. അതിലെന്താ പ്രശ്നം? എല്ലാ ഡീറ്റെയിൽസും റസിയ തന്നതാണ്. റസിയ വർക്ക് ചെയ്യുന്നതായി പറയുന്ന ആ സ്ഥാപനം ആക്റ്റീവാണ്. ബട്ട് അവളുടെ ഓഫീസിന്റെ ഫോൺ നമ്പർ ആണെന്ന് പറഞ്ഞ് റസിയ നമുക്ക് തന്നത് അതൊരു വ്യാജ നമ്പരാ. വ്യാജ നമ്പറോ? അപ്പൊ റസിയ ആ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് അല്ലേ? നോ, എന്റെ അന്വേഷണത്തിൽ ആ സ്ഥാപനത്തിൽ റസിയ എന്ന പേരുള്ള ഒരു സ്റ്റാഫ് ഇല്ല. അതുമാത്രമല്ല, റസിയ തന്നിരിക്കുന്ന ആധാർ കാർഡ് അതും വ്യാജമാണ്. അല്ല, റസിയ ഇപ്പോ ഹോസ്റ്റലിലുണ്ടോ? ഇല്ല ഡോക്ടർ, റസിയ ഇവിടെ ഇല്ല. ഇന്ന് രാവിലെ ഓഫീസിലേക്കാണെന്നും പറഞ്ഞു പോയതിനു ശേഷം അവൾ ഈ സമയം വരെയും മടങ്ങി വന്നിട്ടില്ല. എന്തെങ്കിലും ആവശ്യത്തിന് നാട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ടാവുമെന്നാണ് ഇവിടെയുള്ള മറ്റു കുട്ടികളോട് ചോദിച്ചപ്പോ അറിയാൻ കഴിഞ്ഞത്.
റസിയ നമ്മളെ ചീറ്റ് ചെയ്തിരിക്കുകയാണ്. അവൾ ആരാണ്, എന്തിനാണ് നമ്മുടെ ഹോസ്റ്റലിൽ അവൾ താമസിക്കാൻ വന്നത്, അതെല്ലാം അറിയണം. ഇപ്പൊ എന്റെ ഈ സംശയം ബലപ്പെടുന്നു. വ്യാജ ഐഡന്റിറ്റിയിൽ ഒരു പെൺകുട്ടി ഇവിടെ താമസിക്കാൻ വരണമെങ്കിൽ അതിന് പിന്നിൽ എന്തോ ദുരുദ്ദേശം ഉണ്ടല്ലോ ഡോക്ടർ. യെസ്. റസിയ മടങ്ങി വന്നാൽ ഒരു കാരണവശാലും അവളെ പുറത്തു വിടരുത്. ആരാണ് റസിയ? അവൾ എന്തിന് റോസ്മേരി ഹോസ്റ്റലിൽ വന്നു? എന്താണ് അവളുടെ ലക്ഷ്യം? Anonymous code. Same ringtone. Who is this? ഒരാൾ ഉടൻ മരണപ്പെടും. ആ 7 പേരിൽ ഒരാൾ. What? Hello? Who are you? ആരാണ് മരണപ്പെടുന്നത്? ഹലോ ഹലോ. വീണ്ടും അതേ സന്ദേശം. ആരാണിപ്പോ ഫോണിൽ വിളിച്ചയാൾ? ആ 7 പേരിൽ ഒരാൾ ഉടൻ മരണപ്പെടും. ആരാണ് മരണപ്പെടാൻ പോകുന്നത്? പൂജയ്ക്കായി വന്നിരിക്കുന്ന ഈശ്വരമംഗലത്തെ നിധിയും ഗൗതവും, കൂടെ 5 സുന്ദരികളും. അവരിൽ ഒരാളാണോ മരണപ്പെടാൻ പോകുന്നത്? വടക്കിലത്തെ പൂജകളെ എനിക്ക് വല്ലാത്തൊരു ഫീലായിരുന്നു. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. പൂജ ചെയ്യുന്ന സമയത്തെ മനസ്സിന് എന്തോ ഒരു സമാധാനം കിട്ടുന്ന പോലെയായിരുന്നു. നാളെ പൂജ തീരുമല്ലോ. ഇതോടെ മുത്തശ്ശൻ ഉദ്ദേശിച്ച് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരും. ശരിക്കും നമ്മുടെ പ്രശ്നേ പഠിത്താണോ? അല്ലല്ലോ. ആരവാണ് ശരിക്കും നമ്മുടെ പ്രശ്നം? അത് മനസ്സിലാക്കിയിട്ടാണോ മുത്തശ്ശൻ നമ്മളെ പൂജയ്ക്ക് അയച്ചെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. ഏയ്, മുത്തശ്ശന് അങ്ങനെ ഒരു സംശയമില്ല. ഉണ്ടായിരുന്നെങ്കിൽ മുത്തശ്ശൻ ആ വ്യക്തിയെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള സൂചന തന്നേനെ.